കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കുറച്ച് സമയം ക്ഷമയോടെ ഇരിക്കുക, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം. ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ഒരു കൂട്ടം ജേതാക്കളുടെ ഒരു കൂട്ടായ്മയാണ് വിന്നിംഗ് ടീം. നമ്മളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവിധ ഫ്രീ ട്രെയിനിങ്ങും സപ്പോർട്ടിങ്ങും ഒക്കെ തന്ന് നമ്മളൊരു സക്സസിലോട്ട് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ കൂടിയാണ് വിന്നിംഗ് ടീം. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം എത്തിച്ചു കൊടുത്ത ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ? വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ കുറച്ച് സ്വപ്നങ്ങളാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ പൈസ വേണം. പൈസ ഒരു അത്യന്താപേക്ഷിത ഘടകമാണ്. നമ്മളെല്ലാവരും ആ ഒരു വരുമാനം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിരിക്കുന്നത് തന്നെ അല്ലെ? അപ്പൊ ധാരാളം പൈസ ഉണ്ടാവുക, അത് ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക എന്നുള്ളത്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ EMI ഒക്കെ എടുത്ത് ഒരു വാഹനം വാങ്ങുന്നുണ്ടാവും. എന്നിരുന്നാലും അത് നമ്മുടെ ഡ്രീം വാഹനമാകണമെന്നില്ല. എപ്പോഴും നമുക്ക് ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വപ്നം കാണുന്നുണ്ടാവും നമുക്കൊരു ലക്ഷറി വാഹനം കിട്ടിയിരുന്നെങ്കിലെന്ന്. അതുപോലെ തന്നെ വിനോദയാത്രകൾ ഇഷ്ടപ്പെടാത്തവരുടെ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളെല്ലാം ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ വിനോദയാത്രകൾ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന, അതിന് ചിലപ്പോൾ നമ്മൾ പോകുന്നുണ്ടാവും, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. നല്ല നല്ല പ്ലേസുകൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഇവിടെയൊക്കെ നമുക്ക് സന്ദർശിച്ചാൽ നല്ലതായിരുന്നു, ഇവിടെയൊക്കെ നമുക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മൾ സ്വപ്നം കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ സ്വപ്നമാണ് അല്ലെ നമ്മുടെ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത സ്വപ്ന സാക്ഷാത്കാരമാണ് അല്ലെ? അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ EMI ഒക്കെ എടുത്ത് നമ്മളൊരു വീട് നിർമ്മിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും അതും നമ്മുടെ ഡ്രീം ഹൗസ് ആകണമെന്നില്ല. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീടായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുക. അപ്പോ നമ്മൾ EMI എടുത്ത് ലോണും കാറും വീടും ഒക്കെ ചെയ്തിരുന്നാലും അല്ലെങ്കിൽ വെച്ചിരുന്നാലും പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മളെ ഉണ്ടാക്കുന്ന ആ ഒരു വരുമാനം മൊത്തവും നമുക്കൊരു EMI അടയ്ക്കാനായിരിക്കും നമ്മൾ വിനിയോഗിക്കുന്നുണ്ടാവുക. നമുക്ക് പിന്നീട് സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന മറ്റു കാര്യമാണ് നമ്മുടെ ഫാമിലിയുമൊത്ത് ആരോഗ്യത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. ഈ 5 ഘടകങ്ങൾ നമ്മളെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ തന്നെയാണ്. ഈ 5 ഡ്രീംസ് നമ്മൾ സക്സസിലൂടെ എത്തിക്കാൻ പോകുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വിജയകരമായ ഒരു ലൈഫ് എന്ന് പറയുന്നത് 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് അല്ലെ? ഇനഫ് മണി, ധാരാളം പൈസ ഉണ്ടാവുക. നമുക്ക് ധാരാളം പൈസ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം ഒരു സക്സസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ചെലവാക്കാൻ സമയമില്ലെങ്കിലോ. അപ്പോ ഇനഫ് ടൈമും നമുക്ക് അത്യാവശ്യമാണ്. ഇനി ടൈമും പൈസയും ഉണ്ട് എങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇല്ലെങ്കിലോ. അപ്പൊ പ്രോപ്പർ ഹെൽത്തും നമുക്ക് ആവശ്യമാണ്. ഇനി സമയവും പൈസയും നല്ലൊരു ആരോഗ്യവും ഉണ്ട്, എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലെങ്കിലോ. അപ്പൊ ലൈഫ് സെക്യൂരിറ്റി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമ്മുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് വേണമെങ്കിൽ ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി, ഈ 4 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് നമുക്ക് സക്സസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നമ്മുടെ വരുമാനത്തെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു വരുമാന സ്രോതസ് എന്താണ്? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? നിങ്ങൾ ഫ്യൂച്ചറിലത്തേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും സുരക്ഷിതത്വമുണ്ടോ? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ, അല്ല ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു വരുമാനം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയുമൊത്ത് ചെലവിടാനായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് തികയുന്നുണ്ടോ അല്ലെങ്കിൽ പറ്റുന്നുണ്ടോ? മിക്കവാറും ഉള്ളതിന്റെ ആൻസർ നമുക്ക് നോ ആയിരിക്കും അല്ലെ? ഇതെല്ലാം ഈ നോ എന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് എസ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്.
ഇവിടെ ടൈപ്സ് ഓഫ് ഇൻകം, നമ്മുടെ ഇൻകത്തെ കുറിച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിൽ ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ പോപ്പുലേഷൻ രണ്ട് ടൈപ്പ് ഇൻകം ഏൺ ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആക്റ്റീവ് ഇൻകം, അതുപോലെ പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാറ്റഗറിയാണുള്ളത്, എംപ്ലോയി ഓർ സെൽഫ് എംപ്ലോയി. എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൊഴിലാളികൾ അല്ലെ, അതൊരു വ്യക്തിയുടെ കീഴിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കീഴിലോ വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നത്. അത് ഡെയിലി വേജസ് ആവും, മന്ത്ലി വേജസ് ആവും. ഈ എംപ്ലോയി എന്ന് പറയുന്നവർ അവർ ജോലി ചെയ്യുന്നു, അതിന്റെ വരുമാനം വാങ്ങുന്നു. അവർ ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് അവരുടെ വരുമാനം ലഭിക്കുന്നുണ്ടാവുക. ജോലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവരുടെ വരുമാനവും നിലയ്ക്കും. അതുപോലെ തന്നെയാണ് സെൽഫ് എംപ്ലോയും. അവരുടെ സ്കിൽ ഉപയോഗിച്ച് അവർ ജോലി ചെയ്യുന്നു, അതിന്റെ വരുമാനം നേടുന്നു. അവിടെയും അവരുടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് അവിടെ പൈസ കിട്ടുന്നുണ്ടാവുക. അവരുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. ഇന്ന് ജനസംഖ്യയുടെ 95% ആൾക്കാരും ഈ ഒരു ആക്റ്റീവ് ഇൻകമാണ് ഏൺ ചെയ്യുന്നുണ്ടാവുക. ഇവരുടെ വെൽത്ത് എന്ന് പറയുന്നത്, ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് വെറും 5% മാത്രമായിരിക്കും. എന്നാൽ പാസീവ് ഇൻകം, അതും രണ്ട് കാറ്റഗറിയുടെ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്ന ലോകത്ത് പല ഭാഗത്തും ബിസിനസ് ചെയ്യുന്നവരാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവർ എല്ലാ ദിവസവും അവരുടെ ഷോപ്പിൽ പോയിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അവിടെ ബിസിനസ് സ്ഥാപനത്തിൽ പോയിട്ടല്ല അവർ ബിസിനസ് റൺ ചെയ്യുന്നത്. അവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവുക. ആ സിസ്റ്റം സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കാൻ 500-ലധികം തൊഴിലാളികളും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആബ്സെൻസി പോലും അവരുടെ ഫാമിലിക്ക് ഇതിന്റെ വരുമാനം ലഭിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവർ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതിന് ഉദാഹരണമാണ് ലുലു മാള്, അതുപോലെ തന്നെ കല്യാൺ സിൽക്സ്. ഇതൊക്കെ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവരുടെ ആബ്സെൻസി പോലും ഇവരുടെ ഫാമിലിക്ക് ഇതിന് വരുമാനം ലഭിക്കുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം അവർ ഹ്യൂജ് എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ലാൻഡ് വാങ്ങിച്ചിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നവരാവാം. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ എമൗണ്ടുകൾ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങുന്നവരാവാം. ഇവിടെയും അവരുടെ ആബ്സെൻസി പോലും അവരുടെ ഫാമിലിക്ക് ഇൻകം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരും പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ന് പോപ്പുലേഷനിലെ 5% ആൾക്കാർ മാത്രമാണ് ഈ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ വെൽത്ത് എന്ന് പറയുന്നത്, ഇവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് 95% സമ്പത്തും ഇവരുടെ കൈകളിലാണ് ഉള്ളത്. ഈ ഒരു ആക്റ്റീവ് ഇൻകം പാസീവ് ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ബട്ട് യു ഗെറ്റ്. പിന്നെ എന്തെല്ലാമാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാക്കുന്നത്? നമ്മുടെ ഡ്രീംസ് നമുക്ക് സാധ്യമാക്കാം എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് ആക്റ്റീവ് ഇൻകം പാസീവ് ഇൻകം നേടിയെടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ എന്തെല്ലാമാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്? നമ്മൾ ആദ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഇതിലൂടെ എന്താണ് ലഭിക്കുന്നതെന്നാണ്. അത് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ആ ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ാണ്. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളെ കൊണ്ടുവന്നവരെക്കാൾ കഴിവ് നമുക്കുണ്ട്, അതിനേക്കാൾ നമ്മൾ കമ്മിറ്റ്മെന്റോടെ ഈ ഒരു ബിസിനസിനെ നോക്കി കാണുന്നുണ്ട് എങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സാലറി അല്ലെ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആണ്. നമുക്കിപ്പോ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നമുക്ക് ലിമിറ്റഡ് സാലറി ആയിരിക്കും. അവിടെ ഒരു ശമ്പള വർധന ഉണ്ടാവണമെങ്കിൽ നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നതിനേക്കാൾ ഇരട്ടി തുക നമുക്ക് അടുത്ത മാസം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതുവഴി തന്നെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് കടയിൽ പോകുന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ വിലയായിരിക്കും നോക്കുന്നുണ്ടാവുക. നമ്മുടെ മനസ്സിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് അതിന്റെ വില നമ്മൾ ആദ്യം നോക്കും. കാരണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കത് വാങ്ങാൻ സാധിക്കുമോ, അതില്ല അത്രയും തുക കൊടുത്ത് നമ്മൾ വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ആ സാധനം അവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കുള്ള സാധനം വാങ്ങിയിട്ടായിരിക്കും നമ്മൾ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. കാരണം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നത് വഴി നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ടൈം ഫ്രീഡം നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് അല്ലെ. 24 മണിക്കൂറിൽ നിന്ന് നിങ്ങൾ 1-2 മണിക്കൂർ മാത്രം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറ്റി വെച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയാലും ഹൗസ് വൈഫ് ആയാലും മറ്റേതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. കാരണം ടൈം ഫ്രീഡം ഇതിൽ പോസിബിൾ ആണ്. ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോഗ്യത്തിൽ വളരെയധികം ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസോ പ്രോട്ടീൻസോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ ചലഞ്ചസ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലീവ് എ ലെഗസി, നമുക്ക് തലമുറകളോളം നമ്മളെ ഓർത്തിരിക്കാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ സാധ്യമാകുന്നുണ്ട്.
നമ്മളുടെ 2 തലമുറയ്ക്കപ്പുറം നമുക്ക് അറിയില്ല. കാരണം അവരെ ഓർത്തിരിക്കാനുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അറിയില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് നമ്മളെ തലമുറകളിൽ ഓർത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ എത്ര ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് ആ ഒരു ജോലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു സാലറിയുടെ ഒരു ബെനിഫിറ്റ് കൊടുക്കാം എന്നല്ലാതെ നമുക്ക് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് കൈമാറാനായിട്ട് സാധിക്കത്തില്ല. അതിന് നമ്മളെ കുഞ്ഞുങ്ങളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിപ്പിച്ച് ഒരു തൊഴിലിനെ ഏബിൾ ആക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആക്കിയാൽ പോലും നമ്മുടെ നാട്ടിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സാലറിയോ കിട്ടണമെന്നില്ല. അവർ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ലൈഫായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തലമുറകളോളം നമ്മൾ ഓർത്തിരിക്കാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധ്യമാകുന്നുണ്ട്. ഏർലി റിട്ടയർമെന്റ്, നേരത്തെ തന്നെ ഒരു റിട്ടയർമെന്റ് നമുക്ക് ഇതിൽ പോസിബിൾ ആണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്കൊരു റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈവൻ 60-65 വയസ്സെങ്കിലും കഴിയണം. ഈ 65 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കാം? നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും നമ്മൾ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് രോഗങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കാരണം പിന്നീട് നമ്മൾ ഹോസ്പിറ്റലും മെഡിസിനും ഒക്കെ ആയിട്ട് കഴിയേണ്ട ഒരു അവസ്ഥയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വിന്നിംഗ് ടീം പറയുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾ ഒരു 5 വർഷമാകുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ മാറി നിന്നാൽ പോലും, ഈ ഭൂമുഖത്തില്ല എങ്കിൽ പോലും എല്ലാ മാസവും 10-ാം തീയതി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതായത് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഏർലി റിട്ടയർമെന്റും ഇതിൽ പോസിബിൾ ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. എനിക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷമാണ് എനിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനും ഇതുപോലെ സംസാരിക്കാനുമുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ വ്യക്തിയും അസാധാരണ വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധ്യമാകുന്നുണ്ട്. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ള അവസരം ഇതിൽ പോസിബിൾ ആണ്. കാരണം കമ്പനി വർഷത്തിൽ 3 ഫോറിൻ ട്രിപ്പുകളാണ് നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ യാത്രകളെല്ലാം നമുക്ക് സന്ദർശിക്കാം, വിദേശ യാത്രകളെല്ലാം പോകാനായിട്ട് ഈ ഒരു കമ്പനി വഴി നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഹെൽപ്പിംഗ് അതേഴ്സ്, ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ സഹായിക്കുക എളുപ്പമല്ല അല്ലെ? കാരണം എക്സ്പെൻസ് അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് ഒരാളെ സഹായിക്കല്ല, അതും ലൈഫ് ലോങ് നമുക്ക് ഒരിക്കലും സാധ്യമാകില്ല. 1-2 പ്രാവശ്യം ചിലപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും, പക്ഷെ ലൈഫ് ലോങ് നമുക്ക് ഒരിക്കലും അത് സാധ്യമാകില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ള ഫാമിലിയിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഴി മറ്റുള്ള ഫാമിലിയിലേക്ക് നല്ലൊരു ഹെൽത്തും അതുവഴി നമുക്ക് നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യവും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ സാധ്യമാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് നേടിത്തരുന്ന കമ്പനി, അതിന് വിന്നിംഗ് ടീം നമ്മളെ പരിചയപ്പെടുത്തുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. 2004 ഡൽഹിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ്. പ്രൊഡക്റ്റ് നീക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ്സോ സ്റ്റാറ്റസ് ഇടുന്ന ഒന്നും തന്നെയല്ല. ഇതിന്റെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാലി സാറാണ്, ചെയറിലിരിക്കുന്ന സാറ്. അതുപോലെ 2 കോ ഫൗണ്ടേഴ്സ് കൂടിയുണ്ട്, മിസ്റ്റർ കൻവർ വിൻസൻ സാറ് ആൻഡ് മിസ്റ്റർ ദീപക് സോ സാറ്. ഇവരുടെ വിഷനും മിഷനുമാണ് വെസ്റ്റീജ് എന്ന കമ്പനി. അതുകൊണ്ട് തന്നെ 20 വർഷം പൂർത്തീകരിച്ച് 21ാമത്തെ വർഷത്തിലോട്ട് ജൈത്രയാത്ര തുടരുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. അപ്പോ 10 പ്രോഡക്ട്സ് എന്നുള്ളിടത്ത് 450-ലധികം, ഏകദേശം 500-നോടടുത്ത് ഓൺ പ്രോഡക്റ്റും, അതുപോലെ 2 ഓഫീസ് എന്നുള്ളിടത്ത് 5000-ലധികം ഓഫീസും, 6 ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളിടത്ത് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറിനെ സൃഷ്ടിക്കാനായിട്ട് വെസ്റ്റീജ് കമ്പനിക്ക് സാധിച്ചു. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. നോക്കുകയാണെങ്കിൽ 38ാമത് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൂടാതെ UAE, സൗദി, ബഹ്റൈൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഫിലിപ്പീൻസ് ആൻഡ് ഐവറി കോസ്റ്റ്, ഇത്രയും രാജ്യങ്ങൾ കമ്പനി റണ്ണിംഗ് ആണ്. മറ്റ് അതർ കൺട്രിയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. ഇവിടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു കമ്പനിയാണ്. പക്ഷെ ഇവിടെ കുറച്ച് അവാർഡുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ 2017 ആൻഡ് 2018, ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിനുള്ള അവാർഡ്. നമ്മുടെ ഇവിടെ പ്രൊഡക്റ്റ് പ്രൊഫൈലാണ് കാണിച്ചത്. നമ്മുടെ കമ്പനിയുടെ ഒരു ഹൈലൈറ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിന്റെ പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചത്. എക്സ്റ്റൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ്, അതായത് വിവിധ ശ്രേണിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഏതൊരാൾക്കും താങ്ങാൻ പറ്റുന്ന വിലയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയോടുകൂടി എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മണി ബാഗ് ഗ്യാരണ്ടിയോടുകൂടിയാണ് കമ്പനി ഓരോ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്.
നേരത്തെ ഞാൻ പറഞ്ഞു 500 അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 500 പ്രൊഡക്റ്റിനെയും നമുക്കൊരു 16 കാറ്റഗറിയാണ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസമി ഹെൽത്ത്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡിറ്റോക്സ് ആൻഡ് റെജുവിനേഷൻ, വിമൻസ് ഹെൽത്ത്, ഐസ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, സ്കിൻ കെയർ ആൻഡ് ആന്റി ഏജിന്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചർ, വാട്ടർ പ്യൂരിഫയർ ആൻഡ് മെനി മോർ. ഇങ്ങനെ 16 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റുകളെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രൊഡക്റ്റുകൾ കാണാം. ആരും തെറ്റിദ്ധരിക്കൽ, ഇത് മരുന്നല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇപ്പോ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ ഒന്നും തന്നെ നമ്മുടെ ഫുഡിലൂടെ നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ചെറുപ്രായം തൊട്ട് തന്നെ നമുക്ക് രോഗങ്ങൾക്ക് അഡിക്റ്റ് ആവുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലൊക്കെ വളരെയധികം ചലഞ്ചസ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ എക്സ്ട്രാ നമ്മുടെ ശരീരത്തിന് അപ്ലൈ ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജോയിന്റ്സ് ആൻഡ് ബോൺസിൽ കുറച്ച് പ്രൊഡക്റ്റുകളുടെ പേര് പോലെ തന്നെയാണ് നമ്മുടെ ജോയിന്റിനെയും അതുപോലെ ബോൺസിനെയൊക്കെ ആരോഗ്യകരമായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ വരുന്നത്. നമുക്കറിയാം 35 വയസ്സിന് ശേഷം നമുക്ക് എല്ലാവർക്കും മുട്ടുവേദന അനുഭവപ്പെടാറുണ്ട് അല്ലെ. അപ്പോൾ സൈനോവിൽ ഫ്ലൂയിഡിന്റെ ഒരു ഉത്പാദനശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസമിൻ, അതുപോലെ കാൽഷ്യം, കൊളാജിൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ. അതുപോലെ ഗ്ലിസമിൻ ഹെൽത്തിൽ വരുന്നത് നമ്മൾ ഷുഗർ വരുന്ന പ്രൊഡക്റ്റുകളാണ്. നമുക്കറിയാം ഡെയിലി നമ്മൾ ഷുഗർ പേഷ്യന്റ് എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഷുഗർ കൺഫേം ചെയ്യുകയും ടാബ്ലറ്റിൽ തുടങ്ങുകയും പിന്നീട് ഇൻസുലിനിലേക്ക് ആകുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഷുഗർ ബ്ലഡിൽ വന്ന് പിന്നെ പല അവയവങ്ങളെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഗ്ലിസമി ഹെൽത്തിൽ വരുന്ന ആര്യവേപ്പിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തുള്ള നീം സപ്ലിമെന്റ്, അതുപോലെ മധുര തുളസി, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക്, പഞ്ചസാര ഒഴിവാക്കാൻ പറ്റാത്ത കഴിക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്റ്റീവിയ, മധുര തുളസിയുടെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തുള്ള സ്റ്റീവിയ. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്ന ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, നമ്മുടെ രോഗപ്രതിരോധ നൽകാൻ സഹായിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്നത്. നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയിലാണ്. അപ്പൊ വൈറ്റമിൻ സിയോട് സമ്പുഷ്ടമാണ് നെല്ലിക്ക. നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ആംല, അതുപോലെ സ്പൈർലൈന, അതൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. സാർ എന്റെ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്നതാണ് വൈറ്റമിൻ സിയുടെ നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ആംല, അതുപോലെ സ്പൈർലൈന, അതൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്നാണ് നാസ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും അതുപോലെ എനർജി ബൂസ്റ്റർ കൂടിയാണ് നമ്മുടെ സ്പൈർലൈന. അതുപോലെ കൊളസ്ട്രം, പശു പ്രസവിച്ച ആദ്യത്തെ പാല് കൊളസ്ട്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു കൊളസ്ട്രം എന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നെയിം അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ മറ്റ് രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും നമുക്ക് കൊളസ്ട്രോൾ ഉപയോഗിക്കുന്നു. അതുപോലെ അലോവേര, നമുക്കറിയാം ഹോമിയോപ്പതിയിലും അതുപോലെ ആയുർവേദത്തിലും ഒക്കെ ഒരു ഔഷധ സസ്യമായിട്ടാണ് ആലോവേര കറ്റാർ വാഴയെ കണക്കാക്കുന്നത്. അപ്പോൾ ആലോവേരയുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആലോവേര. അത് ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കൂടിയാണ്. ഒരു മിറാക്കിൾ പ്ലാന്റ് ആണ് ആലോവേര. ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ നോനി, അതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ് നോനി. അതായത് 21ാം നൂറ്റാണ്ടിൽ തന്നെ സർവ്വരോഗ സംഹാരിയായിട്ടാണ് ഈ ഒരു നോനി അറിയപ്പെടുന്നത്. ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് നോനി. ഇത്രയുമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്നത്. വെസ്റ്റീജ് പ്രൈമിൽ വരികയാണെങ്കിൽ നമുക്കറിയാം പ്രാഥമികമായി നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ് ആണ് വെസ്റ്റീജ് പ്രൈമിൽ വരുന്നത്. സീബക്തോൺ, വണ്ടർഫുൾ ഒരു ബെറിയാണ് സീബക്തോൺ. അത് ആന്റി ഏജിങ്, ആന്റി ക്യാൻസർ, ആന്റി ഡിസീസ് കൂടിയാണ് ഈ ഒരു സീബക്തോൺ. ഇത് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു ഭണ്ഡാരം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം സീബക്തോണിനെ. അതുപോലെ മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്, ഇത് ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മൾട്ടി വൈറ്റമിൻസ് ഗമ്മീസ്. ഇതിൽ വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു റിച്ച് കലവറ തന്നെയുണ്ട്. ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും മൾട്ടി വിറ്റമിൻ ഗമ്മീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മെറ്റാബോളിസം റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഊർജ്ജസ്വലത ഇരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്. ഇത് മിഠായി രൂപത്തിലായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെയുള്ള നമ്മുടെ വൈറ്റ് സ്പോട്ടിനെ, വൈറ്റമിന്റെ കുറവുകൊണ്ടുള്ള വരുന്ന വൈറ്റ് സ്പോട്ടിനെയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു മൾട്ടി വൈറ്റമിൻ ഗമ്മീസ് വഴി നമുക്ക് സാധ്യമാകുന്നുണ്ട്. അതുപോലെ വെസ്റ്റീജ് പ്രൈമിൽ വരുന്ന മറ്റു പ്രോഡക്റ്റ് ആണ് ക്രിൽ ഓയിൽ. ക്രിൽ ഫിഷിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്റ്റ് ആണ്, അതായത് മീൻ ഗുളിക എന്നറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ക്രിൽ ഓയിൽ. ഇത് BP കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിനെ വൈറ്റമിൻസ് മിനറൽസും
ഒരു omega-3യുടെയും omega-6ന്റെയും ഒരു കലവറ തന്നെയാണ് ഈ ഒരു krill oil. ഇതും നമ്മുടെ ശരീരത്തിന് ഏറെ പ്രയോജനം, ഹാർട്ടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് krill oil. അതുപോലെ കോംബയോട്ടിക്സ് നമ്മുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന ഒരു കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. അതുപോലെ നമ്മുടെ ശരീരത്തെ പോഷകത്തെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കോംബയോട്ടിക്സ്. ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത് നമുക്കറിയാം, ആ ഒരു പേരിൽ തന്നെയുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ വിഷാംശത്തെ പുറന്തള്ളാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും കെമിക്കൽ കണ്ടന്റ് ആണ്. ഈ ഫുഡ് കഴിക്കുന്നതോടെ ഈ വിഷാംശമെല്ലാം നമ്മുടെ ശരീരത്തെ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. പൈൽസ്, മലബന്ധം എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ഫൈബർ. അതുപോലെ ഗ്യാനോഡെർമ ഒരു മഷ്റൂമാണ്. ഐ സപ്പോർട്ട്, നമുക്ക് കണ്ണിന്റെ, നമുക്കറിയാം 40 വയസ്സിന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ കുറയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അല്ലെ. ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന റിസൾട്ട് ഓറിയന്റഡ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഐ സപ്പോർട്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മൊബൈലിന്റെ അമിത ഉപയോഗം കൊണ്ട് തന്നെ കണ്ണിന് ഇച്ചിങ്ങും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഐ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഫുഡ് പാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുമ്പോൾ നമുക്കറിയാം, ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതായത് അമിതവണ്ണമുള്ളവർക്ക് കൺട്രോൾ ലെവലിൽ ഭാരം എത്തിക്കാനും അതുപോലെ തന്നെ ബോഡി വെയിറ്റ് ഇല്ലാത്തവർക്ക് കറക്റ്റ് നോർമൽ വെയിറ്റിൽ എത്തിക്കാനും സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിലുള്ളത്. ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ വിസ്ലിം ഷേക്ക്, വിസ്ലിം ടീ, വിസ്ലിം എനർജി ഡ്രിങ്ക്, വിസ്ലിം ക്യാപ്സ്യൂൾ ഒക്കെ നമ്മുടെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി തന്നെ നമുക്ക് വെസ്റ്റീജ് ഒരുക്കിയിട്ടുണ്ട്. അതായത് നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട സ്ത്രീകളാണല്ലേ. അപ്പൊ അവരുടെ സംരക്ഷണം, അവരുടെ ഒരു ആരോഗ്യം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് നമുക്ക് വിമൻസ് ഹെൽത്തിൽ വരുന്നത്. നമ്മുടെ ഇറഗുലർ പീരിയഡ്സ്, അതായത് PCOD പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ശതാവരി മാക്സ്, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ക്രാൻബെറി, യൂറിൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന യു കൺട്രോൾ, അതുപോലെ അനീമിക് പേഷ്യന്റ് ആയവർക്ക് ഫോളിക് ആൻഡ് അയൺ പ്ലസ്, അങ്ങനെ കുറച്ചധികം പ്രൊഡക്റ്റ് നമുക്ക് വിമൻസ് ഹെൽത്തിൽ വരുന്നുണ്ട്. പ്രോ ഹാർട്ടിലാണെങ്കിൽ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് പ്രോ ഹാർട്ടിൽ വരുന്നത്. അത് ഫ്ലാക്സ് സീഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഫ്ലാക്സ് ഓയിൽ, അത് omega-3, omega-6, omega-9 ഇവയുടെ ഒരു റിച്ച് കണ്ടന്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. ഇവ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുന്നു, ആർട്ടറിയിലെ ബ്ലോക്ക് ഉണ്ടാകുന്നതിനെയും തടയുന്നു. അതുപോലെ കോൻസം ക്യൂട്ടൻ കോശങ്ങളുടെ ഊർജ്ജോൽപാദന ശേഷിക്ക് സഹായിക്കുന്നു. ക്യൂട്ടൻ ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്നു, പേശികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു, ബൈപ്പാസ് കഴിഞ്ഞവർക്ക് പെട്ടെന്ന് റിക്കവർ സാധ്യമാകുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, എൻലാർജിൻ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, BP കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രോ ഹാർട്ടിൽ വരുന്നത്. ഒരു കൂട്ടം ആയുർവേദിക് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഐസാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റെസ്പോ കെയർ, കിഡ്നി ഹെൽത്ത്, അതുപോലെ ടോക്സിക്ലീൻ, ലിവർ ഹെൽത്ത്, ഇങ്ങനെ ഗ്ലൂക്കോ ഹെൽത്ത്, ഇങ്ങനെ കുറെ പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഐസൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹെൽത്ത് ഫുഡിൽ വരുന്നത് ഫുഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഹെൽത്ത് ഫുഡിൽ വരുന്നത്. omega-3 അടങ്ങിയ തവിടെണ്ണ, റൈസ് ബ്രാൻഡ് ഓയിൽ, പ്രകൃതിയാൽ റീഫൈൻഡ്, യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള തവിടെണ്ണ നമുക്ക് ലഭ്യമാണ്. അത് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഒലിവ് ഓയിൽ ബ്രേക്ക്ഫാസ്റ്റ് അറയിലും അതും ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. കാരണം രാവിലെ ജോലിക്ക് പോകുന്നവരും അതുപോലെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിസമ്മതിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മളുടെ ഒരു ദിവസത്തെ എനർജി ഫുള്ള് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലാണ് അല്ലെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ഒരു ദിവസം ഫുൾ എനർജി ആയിട്ടിരിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറയിൽ. അതുപോലെ എനർജി ഡ്രിങ്ക്, ഫ്രഷ് അപ്പ് ഡ്രിങ്ക് ഉണ്ട്, സ്നാക്സ് ബാർസ് ഉണ്ട്, തേയില, കോഫി പൊടി, ഇങ്ങനെ കുറെ പ്രൊഡക്റ്റ്, ഇൻവിഗോയുടെ പ്രോട്ടീൻ പൗഡർ ഒക്കെ നമ്മുടെ ഹെൽത്ത് ഫുഡിൽ അവൈലബിൾ ആണ്. അതുപോലെ 4 ടൈപ്പ് സ്പ്രേ അബ്സോർബിറ്റ് നമുക്കുണ്ട്. കാരണം നമുക്കൊരു വൈറ്റമിൻ ഗുളിക കഴിക്കുകയാണെങ്കിൽ, വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്യാൻ സമയങ്ങൾ എടുക്കും. പക്ഷെ ഈ ഒരു 4 ടൈപ്പ് സ്പ്രേ വണ്ടർഫുൾ റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ വെസ്റ്റീജ് കമ്പനിക്ക് മാത്രമുള്ള ഒരു 4 ടൈപ്പ് നമുക്ക് സ്പ്രേകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വീണ് പോയേക്കാവുന്ന ഒരാൾക്ക് ഒരു പ്രാവശ്യം നാക്കിനടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത വിത്തിൻ 5 സെക്കൻഡ് കൊണ്ട് ആൾ പൂർവ്വസ്ഥിതിയിൽ എത്തുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. മൾട്ടി വൈറ്റമിൻ, അതുപോലെ വൈറ്റമിൻ B12, വൈറ്റമിൻ C, വൈറ്റമിൻ D, ഇങ്ങനെ 4 ടൈപ്പ് സ്പ്രേകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഓൾ കെയറിൽ വരികയാണെങ്കിൽ 3 ടൈപ്പ് പേസ്റ്റ്, അതുപോലെ മൗത്ത് വാഷ്, ടൂത്ത് ബ്രഷ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
പേഴ്സണൽ കെയർ വരികയാണെങ്കിൽ ഫുഡ് ക്രീം, BB ക്രീം, അതുപോലെ തന്നെ ഫെയർനെസ് ക്രീം, സൺസ്ക്രീം ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ബോഡി ലോഷൻസ്, മോയ്സ്ചറൈസ് ക്രീം, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ DFM 76 മുകളിലുള്ള നാൽറ്റീവ് സോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ടാൽക്കം പൗഡർ, ഡിയോഡ്രന്റ്, പോക്കറ്റ് സ്പ്രേ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മുടിയുടെ സംരക്ഷണത്തിന് ഉതകുന്ന ഹെയർ ഓയിൽ, ഹെയർ സ്പാ, ഹെയർ കണ്ടീഷണർ ഒക്കെ, ഡെയിലി കർ ഷാമ്പു ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ പേഴ്സണൽ കെയർ വരികയാണെങ്കിൽ പപ്പായ സ്ക്രബ്, മഡ് മാസ്ക്, ചാർക്കോൾ പീൽ മാസ്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടുന്ന എഞ്ചിൻ ഓയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ക്ലീനിങ് സെഷൻ തന്നെ ഉണ്ട്, ഹൈവെസ്റ്റ് എന്ന പേരിൽ. ഡിഷ് വാഷ് ലിക്വിഡ്, ഡിറ്റർജന്റ് ലിക്വിഡ്, ഡിറ്റർജന്റ് പൗഡർ, അതുപോലെ ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഗ്ലാസ് ക്ലീനർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മെൻസിന്റെ സൗന്ദര്യം നിലനിർത്തുന്ന പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ട്രൂമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സോപ്പ്, ഫേസ് വാഷ്, ഡിയോഡ്രന്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ വെൽനോട കളർ കോസ്മെറ്റിക്സ്, ലിപ് ബാം, ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മിസ്റ്റർ ഓഫ് മിലാന്റെ പ്രോഡക്റ്റ് ആയിട്ട് മസ്കാര, ഐലൈനർ, ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ സ്കിൻ ഫോർമുല 9 ഇതൊരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്റെ 3 ലെയർ റിപ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ മുഖം ഫ്രഷ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്കിൻ ഫോർമുല 9. കണ്ണിന്റെ ഇടയിലെ കറുപ്പൊക്കെ മാറ്റാൻ സഹായിക്കുന്ന അണ്ടർ അതുപോലെ ബ്ലെമിഷ്, മുഖത്തെ കലകളും പാടുകളും ആക്സിഡന്റ് പാടുകളൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അതുപോലെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു സ്കിൻ ഫോർമുല 9. അതുപോലെ ജൈവ കൃഷി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് മണ്ണിന്റെ pH വാല്യൂ നിലനിർത്തിക്കൊണ്ട് ഉൽപാദന ചെലവ് കുറച്ച് കൂടുതൽ വിളവ് ലഭിക്കുന്ന റിസൾട്ട് ഓറിയന്റഡ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. അതുപോലെ 2 ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ നമുക്ക് അവൈലബിൾ ആയിട്ട് വാൾ സെറ്റ് ചെയ്യാനും പോർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്രകൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഉള്ള പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പ്രൊഡക്റ്റുകളെ കുറിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയത്, കാരണം പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ ഒരു 500-ലധികം പ്രൊഡക്റ്റുകൾ എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഷൻ മതിയാവില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു മാർക്കറ്റിംഗ് രീതിയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലത്തേക്ക് വാങ്ങുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ്. അതായത് ഒരു കമ്പനിയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് നമ്മൾ നേരിട്ട് വാങ്ങുന്നില്ല. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നിങ്ങനെ പല കൈകൾ മറിഞ്ഞാണ് കൺസ്യൂമറായ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ പരസ്യം കണ്ടിട്ടാണ്. സെലിബ്രിറ്റി പരസ്യം കാണിക്കും, അവരത് ഉപയോഗിച്ച് നോക്കിയിട്ടല്ല പരസ്യം പറയുന്നത്, അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ തൊഴിലിന്റെ ഭാഗമാണ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് മനസ്സിലാക്കും, ഉപയോഗം മനസ്സിലാക്കും, കമ്പനി ഏതെന്ന് പോലും നമുക്കറിയില്ല, നമ്മൾ കടയിൽ പോയി ചോദിച്ച് വാങ്ങും. ഇതാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലത്തേക്കുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്ന് 100 രൂപ കൊടുത്ത ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, അതിന്റെ ഒരു ഉത്പാദന ചെലവ് എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമായിരിക്കും. ബാക്കി 60 രൂപയോളം വരുന്ന വലിയൊരു തുക കമ്പനി നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടാണ് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ വീതിച്ച് കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റ് കിട്ടുന്നു എന്നതിലുപരി നമുക്കിവിടെ യാതൊരുവിധ ലാഭവുമില്ല. മറിച്ച് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ലാഭം ഉണ്ടാക്കുന്ന പണക്കാരാകുന്ന ഈ ഇടനിലക്കാരും പരസ്യക്കാരും ഒക്കെയാണ്. അതുപോലെ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കെമിക്കൽ കണ്ടന്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ വരുമാനത്തിന്റെ 3/4 പങ്ക് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലായിരിക്കും വിനിയോഗിക്കുന്നുണ്ടാവുക. വെസ്റ്റീജ് കമ്പനി 450 ഏകദേശം 500 അടുത്ത് പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും എല്ലാം തീർത്തും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന മെത്തേഡിലൂടെയാണ് കൺസ്യൂമറായി നമ്മുടെ കൈകളിലേക്ക് ഓരോ പ്രൊഡക്റ്റും എത്തിക്കുന്നുണ്ടാവുക. അപ്പൊ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് നമ്മൾ 100 രൂപ കൊടുത്ത ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് മേക്കിംഗ് കോസ്റ്റ് 40 രൂപ കഴിഞ്ഞ് ബാക്കി 60 രൂപയോളം വരുന്ന വലിയൊരു തുക കമ്പനി നമ്മൾക്ക് തന്നെ തിരിച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന മെത്തേഡിലൂടെ. അത് മാത്രമല്ല വെസ്റ്റീജ് കമ്പനിയിൽ തീർത്തും നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റോ കെമിക്കലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഹോസ്പിറ്റൽ ചെലവ് ഒഴിവാക്കാനായിട്ട് സാധിക്കും, ആ പൈസ നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഈ ഒരു 60% വരുന്ന വലിയൊരു തുക നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു ഡിജിറ്റൽ ID എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതിയാകും. നമ്മൾ പലവിധ ഷോപ്പുകളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർ ആണല്ലേ നമ്മുടെ വീട്ടിലത്തേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലത്തേക്ക് വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഒരു ഷോപ്പിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും.
ഒരു കൺസ്യൂമർ ആയി നിന്നാൽ പോലും നമുക്ക് 50% ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഐ ഡി എടുക്കുന്നുണ്ടാവും. ആ ഒരു ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് MRP റേറ്റിൽ നിന്ന് 10 മുതൽ 20% വരെ ഓഫിൽ നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10%, ഓരോ പർച്ചേസിംഗിന് നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാഷ് ബാക്ക്, ഇതൊരു ടേൺ ഓവർ ബേസ്ഡ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ച് നമുക്ക് ഇതിന്റെ ലാഭം നമുക്ക് പിറ്റേ മാസം 10-ാം തീയതി കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ തരുന്നുണ്ടാവും. എല്ലാ മാസവും 10-ാം തീയതിയാണ് കമ്പനി നമുക്ക് പേ ഔട്ട് നടത്തുന്നത്. സ്റ്റാർട്ടിങ് 5% ആയിരിക്കും. 5 എന്നുള്ള പിന്നീട് 8 ആവും, 8 എന്നുള്ള 12 ആവും, 12 എന്നുള്ള 16 ആവും. ഓരോ മാസവും നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ച് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിന്റെ ലാഭവിഹിതമായിരിക്കും നമുക്ക് പിറ്റേ മാസം 10-ാം തീയതി കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ നൽകുന്നുണ്ടാവുക. മണി ബാഗ് ആൻഡ് 100%, അത് എടുത്തു പറയേണ്ടത്തക്ക ഒരു ബ്യൂട്ടിയാണ്. കാരണം ഇത്രയും നാളും നമ്മൾ വീടിനടുത്തുള്ള ഷോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഒരു കസ്റ്റമർ ആണ് അല്ലെ. എന്നിരുന്നാൽ പോലും നമ്മുടെ ബന്ധുവിന്റെ കടയാവാം, നമ്മുടെ സുഹൃത്തിന്റെ കടയാവാം, എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് തിരികെ ആ കടയിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് എടുക്കില്ല. പക്ഷെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് 30% ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കതിന്റെ ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് തോന്നി, അത് കമ്പനി നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത്രയും പൈസ കമ്പനി തിരികെ തരാൻ റെഡിയാണ്. അത്രയ്ക്കും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റും കമ്പനി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 രൂപ നഷ്ടം വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് MRP റേറ്റിൽ നിന്ന് വില കുറച്ച് സാധനം ലഭിക്കുന്നു, അതിന്റെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു, അതിന്റെ ലാഭവിഹിതം ലഭിക്കുന്നു. അഥവാ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത്രയും പൈസ തിരികെ തരാനും കമ്പനി റെഡിയാണ്. പിന്നെ ഒരു കൺസിസ്റ്റൻസി ഓഫർ എന്ന ഒരു ഓഫർ കൂടി കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെല്ലാം സ്ഥിരതയുള്ള കസ്റ്റമർ ആണ് അല്ലെ, സ്ഥിരം കസ്റ്റമർ ആണ്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിനടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു മാസം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി അത് തീരുമ്പോൾ നമ്മൾ പിറ്റേ മാസവും നമ്മൾ പോകുന്നുണ്ടാവും. നമ്മളെല്ലാം സ്ഥിരം കസ്റ്റമർ. എന്നിരുന്നാൽ പോലും അവിടെയും നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും ലഭിക്കുന്നുണ്ടാവില്ല. നമ്മൾ ഒരു ഫ്രീ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ലാഭോ അഥവാ നമുക്ക് 1-2 രൂപ ഇങ്ങോട്ട് പൈസ തരാണെങ്കിൽ അതും അവർ മിഠായി തന്ന് നമ്മളെ ഇതാവും, ആ പൈസ അവർ ബാലൻസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ കൺസിസ്റ്റൻസി ഓഫർ എന്നൊരു ഓഫർ കൂടി കമ്പനി നമുക്ക് നൽകുന്നുണ്ട് സ്ഥിരം കസ്റ്റമർക്ക്. ഇവിടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ 4 മാസം റെഗുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 100 പോയിന്റ് ആകുമ്പോൾ ഏകദേശം 3000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ 4 മാസം റെഗുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5-ാമത്തെ മാസം നിങ്ങൾക്ക് 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കൂടി കമ്പനി നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. ഒരു കസ്റ്റമറായി നിന്നാൽ പോലും അല്ലെങ്കിൽ ഒരു കൺസ്യൂമറായി നിന്നാൽ പോലും ഇങ്ങനെ 50% ബെനിഫിറ്റ് നമുക്ക് നൽകുന്നുണ്ടാവും. ഇത് നമ്മൾ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഈ ഒരു ബെനിഫിറ്റിനോടൊപ്പം 9 ടൈപ്പ് ഇൻകം കൂടി കമ്പനി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻകം ലഭിക്കുന്നതോടെ നമ്മുടെ ഡ്രീംസ് ഒക്കെ നമുക്ക് സക്സസിലൂടെ എത്താനായിട്ട് നമുക്ക് സഹായിക്കും. അത് ഏതൊക്കെ ഇൻകങ്ങളാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. സേവിങ്സ് ഓൺ കൺസംപ്ഷൻ 10-20% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. പെർഫോമൻസ് ബോണസ് 5-16% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഡയറക്ടർ ബോണസ് 15% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ടീം ബിൽഡിംഗ് ബോണസ് 3% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ലീഡർഷിപ്പ് ഓവർ റീഡിംഗ് ബോണസ് 18% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ട്രാവൽ ഫണ്ട് 3% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. കാർ ഫണ്ട് 5% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഹൗസ് ഫണ്ട് 3% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. എലൈറ്റ് ക്ലബ് ബോണസ് 2% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ഇതിൽ സ്പോൺസർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ വെസ്റ്റീജ് കമ്പനി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഒരു ടീം വർക്ക് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊരു സാധാരണക്കാരനും പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. നേരത്തെ ഞാൻ പറഞ്ഞ പെർഫോമൻസ് ബോണസ് 5-16% അത് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. ഇവിടെ ഓരോ പ്രോഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പോയിന്റ് വാല്യൂ, അതായത് 30 രൂപയ്ക്ക് മുകളിൽ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 5% ആകുന്നുണ്ടാവും. 600 പോയിന്റ് വാല്യൂ നമ്മൾ എത്തുമ്പോൾ, അതായത് 18,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 8% ആകുന്നുണ്ടാവും. 2400 PV ആകുമ്പോൾ, അതായത് 72,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 12% ആകുന്നുണ്ടാവും. 5,500 PV നമ്മൾ ആകുമ്പോൾ, അതായത് 1,65,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 16% ആകുന്നുണ്ടാവും. ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴി കൂടി കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ മന്തിൽ നിങ്ങൾ ഒരു 300 PV കൊണ്ടുവരികയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് 8% ആകുന്നുണ്ടാവും. അതുപോലെ 4,500 PV നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ ഫസ്റ്റ് പിൻ ലെവലായ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ നിങ്ങൾക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്ത് നമ്മളോടൊപ്പം ആരൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ബിസിനസിന്റെ ടോട്ടൽ ടേൺ ഓവർ 5,500 PV ആകുമ്പോഴായിരിക്കും നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഇവിടെ
തന്നിരിക്കുന്നത്. റീപർച്ചേസിംഗ് ഓഫ് 10 to 20% നമുക്ക് നൽകുന്നുണ്ടാവും. പെർഫോമൻസ് ബോണസ് 5 to 16%, 5 to 11% നമുക്ക് നൽകുന്നുണ്ടാവും. അതുപോലെ ഡയറക്ട് ബോണസ് 16% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ടീം ബിൽഡിംഗ് ബോണസ് 3% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ബ്രോൺസ് ഡയറക്ടറെ നമ്മുടെ കൂടെ വന്ന ഒരു ഫാമിലിയെ കൂടി നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ കൂടി നമ്മൾ ഡയറക്ടർ ലെവലിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ ആകുന്നുണ്ടാവും. നമ്മൾ ഏഷ്യൻ കൺട്രിയിൽ പോകാനുള്ള ഒരു 3% കൂടി കമ്പനി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ബ്രോൺസ് ഡയറക്ടറെ നമ്മളെ കൂടെ വന്ന 2 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ ആകുന്നുണ്ടാവും. 3 ഫാമിലിയെ നമ്മൾ ഡയറക്ടർ ലെവലിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പൊ കാർ വാങ്ങിക്കാനുള്ള EMI ഒരു 5% കൂടി കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നുണ്ടാവും. അടുത്ത 4 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ട്രാവൽ ഫണ്ടായ യൂറോപ്യൻ കൺട്രിയിൽ പോകാനുള്ള ട്രാവൽ ഫണ്ട് കൂടി കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നുണ്ടാവും. 6 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പോൾ വീട് വെക്കാനുള്ള EMI ഒരു 3% കമ്പനി ഇവിടെ നമുക്ക് നൽകുന്നുണ്ടാവും. 8 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. 12 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. 16 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എലൈറ്റ് ക്ലബ് ബോണസ് ഒരു 2% കൂടി കമ്പനി നമുക്കിവിടെ നൽകുന്നുണ്ടാവും. അത് 2% നിൽക്കുമ്പോൾ ചെറുതല്ല, അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. കാരണം കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിന്റെ, അതായത് 5 കോടിയിലധികം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ബിസിനസിന്റെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% കമ്പനി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. വെസ്റ്റിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത സ്ഥലങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെസ്റ്റിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഡ്രീം കാറുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കാരണം ഓരോ ഫണ്ടും നമുക്ക് അനുവദിക്കുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം കാറുകൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. വെസ്റ്റിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഡ്രീം ഹൗസ് തന്നെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് കാണിച്ചത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ് ഇൻഡസ്ട്രി ആൻഡ് ഇ-കൊമേഴ്സ്. നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റും സെൽ ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെയാണ്. കാരണം നെറ്റ്വർക്ക് ആകുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, നമുക്ക് ഈ ലോകം മുഴുവൻ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ബിസിനസ്സും ഒരു നെറ്റ്വർക്ക് ബിസിനസ് ആണ്. അതുപോലെ വെൽനസ് ഇൻഡസ്ട്രി, ജിം, മെഡിറ്റേഷൻ, യോഗ, വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, ഇതെല്ലാം വെൽനസ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തും നല്ല റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന ഇൻഡസ്ട്രി കൂടിയാണ് വെൽനസ് ഇൻഡസ്ട്രി. നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ ഒരു വെൽനസ് ഓറിയന്റഡ് കമ്പനിയാണ്. അതുപോലെ ഇ-കൊമേഴ്സ് രീതിയിലൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമർ ആണല്ലേ. മീഷോ, ഫ്ലിപ്കാർട്ട്, ഇതൊന്നും ഉപയോഗിക്കാത്തവരുടെ ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് പോലും നമ്മൾ സ്വിഗ്ഗി വഴി പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇ-കൊമേഴ്സ് രീതിയിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അപ്പൊ ഇത് 3 കോർത്തിണക്കി ഒരു വലിയൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ഇനി നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് സക്സസ് ആകാനും ഒരു ഹെൽത്തി വെൽത്തി ലൈഫ് ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇന്ന് തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഓർഗനൈസേഷനിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്രയും നേരം എന്റെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ കേട്ടുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അത് മാത്രമല്ല എന്നെ ഈ ഒരു പ്രസന്റേഷനിൽ ഈ ഒരു വിന്നിംഗ് ടീമിൽ അവതരിപ്പിക്കാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ വിന്നിംഗ് ടീം ലീഡേഴ്സിനെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്. താങ്ക് യു ബീമ മാഡം, താങ്ക് യു. വളരെ വണ്ടർഫുൾ ആയ രീതിയിൽ, അതായത് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ പ്ലാൻ പ്രസന്റേഷൻ അവതരിപ്പിച്ചു. എല്ലാവർക്കും ബീമ മാഡത്തിനുള്ള നന്ദി ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അത്രയും വണ്ടർഫുൾ ആയ ഒരു പ്ലാൻ പ്രസന്റേഷൻ ആയിരുന്നു ഇവിടെ പറഞ്ഞു തന്നത്. അടുത്തതായി ഇതിന് ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ട്. ഈ ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനായി ഞാൻ അടുത്തതായി ഇൻവൈറ്റ് ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിചിതനായ നിജു സാറിന്റെ വൈഫ് കൂടിയായ സൗമ്യ മാഡത്തെയാണ്. മാഡം എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയാണ്. മാം ഒരു ടീച്ചറായിരുന്നു. ജോബ് റിസൈൻ ചെയ്ത് ഈ ബിസിനസിന്റെ സാധ്യതകൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കി വളരെ ഫാഷനോട് കൂടിയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. മാമിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സൗമ്യ മാം, വെൽക്കം. ഓക്കെ, താങ്ക് യു. ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? അതെ മാം. ഓക്കെ, താങ്ക് യു. എന്നെ വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തിയതിന് വളരെയധികം താങ്ക്സ്. ഒപ്പം ഈ ഒരു ഇന്നത്തെ ഒരു പ്രസന്റേഷൻ വളരെയധികം എക്സൈറ്റിങ്ങും വളരെയധികം എനർജറ്റിക്കുമായിട്ട് നമുക്ക് ചെയ്തു തന്ന
വിമ മാമിന് ഒരു വലിയ കൺഗ്രാചുലേഷൻസ്. കാരണം നമുക്ക് എപ്പോഴും ഒരു മഹത്തായ ഒരു അവസരം കിട്ടുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അതും ഇത്രയും എനർജറ്റിക് ആയിട്ട് ഒരു അവസരം ഒരാളുടെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും വളരെയധികം ബ്ലെസ്ഡ് ആണ്. കാരണം അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മാം വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നത്. അപ്പോ എനിവേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സൗമ്യ നിജു. പ്രൊഫഷൻ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ടീച്ചറായിരുന്നു. ഏകദേശം ഒരു 11 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തതാണ്. ഇപ്പോ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ശരിക്കും ഫാമിലി ആയിട്ട്, അത് അങ്ങനെ തന്നെ പറയാനാണ് എനിക്ക് അഭിമാനവും സന്തോഷവും. ഫാമിലി ആയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്ന വിൻഡി ടീമിന്റെ എല്ലാ ലീഡേഴ്സിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു മനോഹരമായുള്ള ഒരു അവസരം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഫാമിലി, DCD സുരേഷ് കുമാർ സാർ ആൻഡ് മോണിക്ക മാം ഫാമിലി, അവരാണ് ഈ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തുന്നത്. അവർക്കുള്ള നന്ദിയും ഈ ഒരു സമയം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത് ഇപ്പോ നിങ്ങളെ പുതിയൊരു ഏതൊരാളും കേട്ടപ്പോ ഒരുപാട് ആശങ്കകളും ഒരുപാട് എന്താ പറയാ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇങ്ങനെ പൈസയൊക്കെ കിട്ടുമെന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടാവും. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചു. കാരണം ഇത് ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് പാരമ്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആള് മാർക്കറ്റിംഗിലായിരുന്നു, ഞാൻ ടീച്ചർ ജോലിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ് കേട്ടപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം വരുന്നോ ഒന്നും ഞങ്ങൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ലയബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു 10 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു ഇൻകം കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യമായിരുന്നതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോൾ ഹസ്ബൻഡ് മാർക്കറ്റിംഗിലായിരുന്നുകൊണ്ട് കുറച്ച് പ്രോഡക്റ്റ് ആളുകൾക്ക് ഷെയർ ചെയ്യാം, അങ്ങനെ കുറച്ച് മാർജിൻ ഉണ്ടാക്കി എടുക്കാമെന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്തത്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നത് വെറുതെ ഒരു അഡീഷണൽ ഒരു 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് അല്ല ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇതൊരു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, ഞങ്ങൾക്ക് വിവാഹത്തിന് മുമ്പും അതിനുശേഷവും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഞങ്ങളുടെ ജോലി കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഈ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയായിരിക്കാം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ഒരു എന്താ പറയാ ഗിഫ്റ്റ് ആയിരിക്കാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത് ഒരു വണ്ടർഫുൾ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് മന്ത് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു, വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചു. ഈ പരിചയപ്പെടുത്തിയ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചു. പക്ഷെ ആ മാസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 465 രൂപ ക്യാഷ് ബാക്ക് വന്നു. മാം പ്രസന്റ് ചെയ്ത സമയത്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ക്യാഷ് ബാക്കിന്റെ കാര്യം. 5 മുതൽ 16% നമ്മുടെ വീട്ടിലേക്ക് ക്യാഷ് ബാക്ക് വരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും കിട്ടി അങ്ങനെ ഒരു 465 രൂപ. അതൊരു പുതുമയായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഒട്ടനവധി കമ്പനികളുടെ മാറി മാറി പ്രൊഡക്റ്റുകൾ വളരെ എന്താ പറയാ ഞങ്ങൾ ഒരുപാട് കടകളിൽ നിന്ന് മാറി മാറി മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഈ പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെ ഉപയോഗിച്ചിട്ടും കിട്ടാത്ത ഒരു പുതുമ അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് ഈ പ്രോഡക്റ്റുകളിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആ മാസം അവസാനിച്ചപ്പോൾ ഒരു 465 കിട്ടിയപ്പോൾ അതൊരു പുതുമയായിരുന്നു. അങ്ങനെ 2ാമത്തെ മാസം കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തു, കുറച്ചുകൂടെ വരുമാനം കൂടുതൽ കിട്ടി. 3ാമത്തെ മാസം അത് പാർട്ട് ടൈം ആയിട്ട്, ഞാനന്ന് ബിസിനസ്സിലൊന്നും ഇല്ല, ഞാൻ എന്റെ ജോലിക്ക് പോകുന്നു, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, വൈകിട്ട് കിട്ടുന്ന കുറച്ച് സമയം ആൾ അതിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ ഒരു 3ാമത്തെ മാസം ഇതിനകത്ത് ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള ഒരു പൊസിഷൻ അച്ചീവ് ചെയ്തു. അന്ന് കിട്ടിയ വരുമാനം 21,000 രൂപയായിരുന്നു. ഞങ്ങളെപ്പോലുള്ള സാധാരണ കുടുംബത്തിന് അതൊരു വലിയ ഒരു എന്താ പറയുക എക്സൈറ്റ്മെന്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ എന്റെ ജോലിയിൽ ഒരു CBSE സ്കൂളിലെ ടീച്ചറായിരുന്നു. പക്ഷെ എന്റെ ജോലിയിൽ ഞാൻ ഒരിക്കലും ആ ഒരു 20,000 രൂപ തികച്ച് ഞാൻ എന്റെ ജോലിയിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സാലറി കൂട്ടി വെച്ചാൽ പോലും ഒരു 50,000 ഞങ്ങൾ തികച്ച് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ 21,000 രൂപ വൈകിട്ട് കിട്ടുന്ന 2 മണിക്കൂർ 3 മണിക്കൂറും മാറ്റി വെച്ചപ്പോൾ കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു എന്താ പറയാ ഒരു തിരിച്ചറിവായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളിൽ ഒരാൾ ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ 4ാമത്തെ മാസം ഈ ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി. അന്ന് ഞങ്ങൾക്ക് ഈ ബിസിനസ്സിലോട് കിട്ടിയ വരുമാനം 54,000 രൂപയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ണു തുറപ്പിച്ച ഒരു ദിവസമായിരുന്നു. അന്ന് ഞങ്ങള് തീരുമാനം എടുത്തു, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു ബിസിനസ് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നൊരു അനുഗ്രഹം, ഞങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് മുതൽ ഇതിനെ ഒരുമിച്ച് കുടുംബമായിട്ട് ഫാമിലിയോടൊപ്പം ഈ ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിഗ്രി ഒക്കെ പഠിച്ചൊരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ മിനിമം ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു 10,000 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ വന്നൊരു 3 വർഷം തികഞ്ഞപ്പോൾ ഞങ്ങളുടെ വരുമാനം 2,32,000 രൂപയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം നമുക്ക് ആഗ്രഹിക്കുന്ന വരുമാനം ആഗ്രഹിക്കുന്ന പോലെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരത്തിലാണ് എത്തപ്പെട്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് വീണ്ടും വീണ്ടും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു.
അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, സന്തോഷകരമായുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇതിനകത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ആസ്വദിക്കുന്ന ഒരു നേട്ടം തന്നെ. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാണ് മാറ്റിവെക്കുക, ഇനി ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആദ്യം മാറ്റിവെക്കുക നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ആ ജീവിതത്തില്, കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വീണ്ടും നമ്മളോട് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു അതൊന്ന് വീണ്ടും പൊടിതട്ടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പൊടിതട്ടി എടുത്തു. അങ്ങനെ ഒരുപാട് 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 സ്വപ്നങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നേടാനായിട്ട് സാധിച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്വപ്നം ഞങ്ങളുടെ കാറ് തന്നെയാണ്. ഒരു 3 കാറ് മേടിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ സാധ്യമായി. അതും വിറ്റാര ബ്രസ എന്ന് പറയുന്ന മൂന്നാമത് മേടിച്ചൊരു കാറ്, അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഡ്രീം കാറായിരുന്നു. നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ എഴുതി വെക്കണം നമ്മുടെ ലീഡേഴ്സ് പറയുമ്പോൾ പലപ്പോഴും പലരും അത് അത്ര സീരിയസ് ആയിട്ട് കാണാറില്ല. ഞങ്ങളും അത് ആദ്യം അത്ര സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷെ അത് എഴുതി വെക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളും അത് എഴുതി വെക്കാൻ തയ്യാറായി. അങ്ങനെ എഴുതി വെച്ച് ഞങ്ങൾ വീട്ടിൽ ഒട്ടിച്ചു വെച്ചൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. വിറ്റാര ബ്രസ എന്ന് പറയുന്ന ഒരു റെഡ് കളറുള്ള ഒരു കാറ്. ഇന്ന് ആ കാറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോ സ്വപ്നം നമ്മളെ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. അതുപോലെ തന്നെ യാത്രകൾ ഒരുപാട്, അത് എത്ര യാത്ര ചെയ്താലും മടുക്കാത്തൊരു കുടുംബമാണ്. അത് എത്ര ദൂരേക്ക് പോകണം എന്ന് പറഞ്ഞാലും യാത്രകൾ അത്രയും താല്പര്യമുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്നും യാത്രകളാണ്. ആ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ എനിക്ക് എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടണം, യാത്രകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കണം എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ആ ആഗ്രഹങ്ങൾ സാധിച്ചത് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടാണ്. ഇന്ന് ഞാനൊരു വൈഫ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആവുന്നതും അതിൽ തന്നെയാണ്. കാരണം എന്റെ ഹസ്ബൻഡ് എപ്പോഴും ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് എന്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയാ അഭിമാനവും സന്തോഷമായിട്ട് തന്നെ എനിക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടിയതായിട്ട് എനിക്ക് എല്ലാവരോടും പറയാൻ വലിയ സന്തോഷമാണ്. യാത്രകൾ എപ്പോഴും ഒരുമിച്ചാണ്. അത് മാത്രമല്ല, ഒരു മനോഹരമായ യാത്ര കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആദ്യമായിട്ട് ഒരു പാസ്പോർട്ട് എടുത്തത് ഒരു വിദേശ യാത്ര, അത് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു യാത്ര ഞങ്ങൾ ജീവിതത്തിൽ സാധ്യമാക്കി തന്നത് ഈ വെസ്റ്റീജ് ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു തായ്ലൻഡ് യാത്രയായിരുന്നു. ആദ്യമായിട്ട് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യക്ക് വെളിയിലേക്ക് ഒരു രാജ്യത്തിൽ പോയ സമയത്തുണ്ടായ ഒരു എക്സൈറ്റ്മെന്റും ഒരു ത്രില്ലിങ്ങും. കാരണം ചെറുപ്പം മുതലേ നമ്മള് എന്താ പറയാ എയർപ്ലെയിൻ മുകളിൽ കൂടെ പോകുമ്പോൾ കണ്ട് എന്താ പറയാ ആസ്വദിച്ചിരുന്ന ഒരു ആളായിരുന്നു. പക്ഷെ നമുക്കത് അതിനകത്ത് കയറാനും അത് തൊടാനും അതിൽ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് ജീവിതത്തിൽ ഒരു മറക്കാനാവാത്തൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ചെറുതും ഞാൻ ഏറ്റവും ചെറിയ ചെറിയ സ്വപ്നങ്ങൾ വരെ ഞാൻ എഴുതി വെക്കാറുണ്ട്. ഒരു ഡയമണ്ടിന്റെ മൂക്കുത്തി പോലും ഞാൻ എന്റെ ആ ഒരു ഡ്രീം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ, സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സാധിച്ചത്. അത് അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരി എന്താ പറയാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് ഞങ്ങളെ പോലുള്ളവരും വെറും സാധാരണ ഒരു ഫാമിലി, ബിസിനസ് എന്താണെന്ന് അറിയില്ല, ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ കടന്നു വന്ന ഞങ്ങൾക്ക് ഇതൊക്കെ നേടാനായിട്ടും ഇതൊക്കെ ആസ്വദിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാണ്. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും കുടുംബമായിട്ട് തന്നെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കേട്ടൊരു അവസരം ചെറിയൊരു അവസരമല്ല, നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഈ ലോകത്തിലെ എവിടെ നിന്നും ഈ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇനി അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പരാതി പറയുമ്പോൾ അത് ഇനി പറയാനുള്ള ഒരു അവസരം മേ ബി ചിലപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവങ്ങൾ നിങ്ങൾക്കൊരു അവസരമായിട്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഒരു അവസരം കിട്ടിയത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് മനസ്സിലാക്കുക, തിരിച്ചറിയുക. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയാ ഈ സിഇഒ എന്ന് കേൾക്കുമ്പോൾ പലരും ഇതൊരു എന്താ പറയാ ഒരു ജോലി, അല്ലെങ്കിൽ സിഇഒ എന്ന് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള ഒരു പദവി എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ഈ സിഇഒ എന്നുള്ള പേരിനെ കാണുക. പക്ഷെ നമ്മുടെ ഈ സിഇഒന്റെ പ്രത്യേകത, കൺസ്യൂമർ ആയിട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും ഏത് ലെവലിൽ വേണമെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സിഇഒ ആവാൻ നമ്മൾ തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ഈ സിഇഒ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എന്താണോ അതെല്ലാം നേടിത്തരാൻ കഴിവും പ്രാപ്തിയുള്ള ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മളിപ്പോ പറഞ്ഞു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി, നമ്മൾ ധാരാളം പ്രോഡക്റ്റുകൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. പല ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 ലക്ഷം രൂപ ലയബിലിറ്റി വന്നത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കൊടുത്ത പണം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ബാധ്യതകളാണ് ഈ 10 ലക്ഷം രൂപ കടം വന്നത്. അപ്പൊ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു കാര്യവും ഞങ്ങളുടെ ആരോഗ്യമാണ്. കാരണം ഞങ്ങൾ എന്ന കുടുംബത്തിൽ ആരും തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങൾക്കും പണം ചെലവാക്കാൻ അങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. അപ്പോ പരസ്യങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരസ്യം പറയുന്ന ആളുകൾ പണം ഉണ്ടാക്കുന്നുണ്ട്, അത് കമ്പനിക്കാരും പണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് അവര് അവരുടെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, പണ്ട് ഒരു സിനിമാ നടി നമ്മുടെ TV ചാനലിൽ വന്നിരുന്നിട്ട് ഒരു പരസ്യം പറഞ്ഞത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. കുടുംബത്തെ സ്നേഹിക്കുന്നവർ പ്രസ്റ്റീജ് വേണ്ടെന്ന് വെക്കില്ല എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ആ പരസ്യം കേട്ടിട്ട് നമ്മൾ എല്ലാവരും പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രഷർ കുക്കറും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവും പാത്രങ്ങളും എല്ലാം മേടിച്ച് ഉപയോഗിച്ചു. ആ ആ പരസ്യം പറഞ്ഞ വ്യക്തിയും പൈസ ഉണ്ടാക്കി, അതിന്റെ കമ്പനി ഓണറും പൈസ ഉണ്ടാക്കി, പക്ഷെ നമുക്ക് പൈസ കിട്ടിയില്ല. പക്ഷെ ഇവിടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുടുംബം ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് സെക്യൂർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് സെക്യൂർ ആക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെസ്റ്റീജ് ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും നേടിത്തരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ 2025 എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു പുതുവർഷം വന്നിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും മനോഹരമായ ഒരു പുതുവർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷെ അങ്ങനെ മനോഹരമായ ഒരു പുതുവർഷം ആവണമെങ്കിൽ ഈ 2024 വരെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ വീണ്ടും 2025 നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതകളും കാണുന്നില്ല. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്നേഹിക്കുക. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ആ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വെസ്റ്റീജ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളോടും ഇതിന്റെ എന്താ പറയാ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താ പറയാ മാക്സിമം നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് കണ്ണിലെ തീ ഉണ്ടാവുക എന്ന് പറയും. അങ്ങനെ അത്രത്തിൽ ആ ഒരു പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇതൊരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷമായിട്ട് മാറുന്നുണ്ടാവും. അങ്ങനെ ഏറ്റവും നല്ല മനോഹരമായിട്ട് വർഷമായി മാറാൻ നിങ്ങൾക്ക് ദൈവം എല്ലാ വിധത്തിലുള്ള സർവ്വ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെസ്റ്റേജ് ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷ് യു വെൽ. എല്ലാവർക്കും മനോഹരമായുള്ള പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ. താങ്ക് യു. താങ്ക് യു സൗമ്യ മാം, താങ്ക് യു. വളരെ വണ്ടർഫുൾ ആയ നല്ല ഒരു രീതിയിൽ തന്നെ ഒരു ക്ലോസിംഗ് സെഷൻ അവതരിപ്പിച്ചു. ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ട്. കാരണം മാമിന്റെ ജീവിത ചരിത്രങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും സാധിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വെസ്റ്റേജിൽ നിന്ന് നമുക്ക് സാധിക്കാൻ പറ്റും. ഈ 2025 എന്ന് പറയുന്ന ഒരു പുതുവർഷം നമുക്ക് എല്ലാവർക്കും നല്ല പില്ലകൾ അച്ചീവ് ചെയ്യാനും, അതോടൊപ്പം തന്നെ നല്ല ഇൻകം, നല്ലൊരു വരുമാനം, നമ്മൾ എല്ലാവരും വരുമാനം ആഗ്രഹിച്ചാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. നല്ലൊരു വരുമാനവും അതുപോലെ നല്ലൊരു പേഴ്സണാലിറ്റിയും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഒരുപാട് നല്ല കമന്റുകൾ വരുന്നുണ്ട്. സൗമ്യ മാഡത്തിന് നമുക്ക് ഇതിലുള്ള നന്ദികൾ ചാറ്റ് ബോക്സിലൂടെ എല്ലാവർക്കും അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ 2025 നമ്മളെ ഇതിൽ കൊണ്ടുവന്ന വ്യക്തികളെ ദൈവതുല്യം കണ്ടുകൊണ്ട് അവരെ നമ്മുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി ഈ 2025 നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വിഷ് യു വെൽ. താങ്ക് യു ആൾ.